പിപ്പീസ് വ്ളോഗിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്ന നല്ലൊരു ലൊക്കേഷനാണ്. മുംബൈ സിറ്റിയിൽ എവിടെ കറങ്ങിയാലും മനോഹരമായ കാഴ്ചകളും അതേപോലെ മനോഹരമായ ഒരുപാട് സംഭവങ്ങളും നമ്മളെ തേടി നിൽക്കുന്നുണ്ട്. നമ്മളെ എന്താ പറയുന്ന അങ്ങനെയുള്ളൊരു സ്ഥലങ്ങളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി പിപ്പീസ് വ്ളോഗിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരു സൂവിലേക്കാണെന്നാണ് പറഞ്ഞത് നമ്മുടെ കാർത്തിക്. അപ്പൊ സൂ കണ്ട് വന്നിട്ട് അല്ല സൂ കണ്ടിട്ട് കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. എന്താ തിരക്ക് പൊന്നോ. നമ്മളിത് കണ്ടണ്ട, ഇങ്ങനെ കണ്ടണ്ട നമ്മള്. റീഗൽ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നേക്കുന്നത്. മുംബൈയിലുള്ള റെസ്റ്റോറൻറ്റ് ആൻഡ് ബേക്കറിയാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എന്ന വെറൈറ്റി ഫുഡാണെന്നാണ് അറിഞ്ഞത്. ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറണം. എന്തായാലും നോക്കട്ടെ എന്തൊക്കെ ഫുഡ് കിട്ടുമെന്ന് നോക്കട്ടെ. ക്യാഷ് ഓൺലിയാണ് എഴുതി വെച്ചേക്കണത്. ഈരാനി ഷോപ്പിലാണ് അല്ലേ? ഈരാനി കഫേയിലാണ്. ഈരാനി കഫേയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ പഴയൊരു വെറൈറ്റി പണ്ട് കാലത്ത് തുടങ്ങിയുള്ളൊരു കഫേയാണത് അല്ലേ? പിന്നെ ഇവിടുത്തെ പ്രത്യേക സോഡാസ് ഉണ്ട്, അത് വേറെ എവിടെയും കിട്ടൂല. ഇവിടുന്ന് മാത്രം കിട്ടുള്ളൂ. ഇറാനി കഫേസിൽ മാത്രം ഉണ്ടാവുള്ളൂ ബെറി സോഡ അതൊക്കെ. അപ്പോൾ ഇത് മുംബൈയുടെ മുംബൈ ഫുഡ്സിന് വൺ ഓഫ് ദ ഒത്തൻറ്റിക് പ്ലേസസ് ആണ് ഇറാനി കഫേ. ഓ യെസ് യെസ് യെസ്. മുംബൈയിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇതേപോലൊരു ഫുഡൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് വേണം പോകാന്നുള്ളതാണ്. വേറെ എവിടെ ഇറാനി കഫേസ് എനിക്ക് അറിയില്ല ഉണ്ടാവില്ലേ, പക്ഷേ ഇവിടുത്തെ അത് സ്പെഷ്യാലിറ്റിയാണ്. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇത് പറ ഏതാണ്? ഇത് ബൺ മസ്ക ബട്ടറും പിന്നെ ബണ്ണും. ആ പിന്നെ ഇതാണ് പാവ്. ഇതാണ് എന്ത് പാവാണ്? ഇത് മേദയുടെ മറ്റേ ബെടാ പാവല്ല. പാവ് ബണ്ണ്. ഇത് ഒരു പാവാണ്. പക്ഷെ അത് ബെടാ പാവ് നമ്മൾ കഴിക്കണമെന്ന് പറഞ്ഞാണ്, അവിടെ എത്തിയിട്ടില്ല. ഇതാണ് നമ്മൾ കീമ പറഞ്ഞത്. ഇത് ശരിക്കും കീമയെന്ന് പറഞ്ഞാൽ ഒരു ഇറച്ചിയാണോ? മട്ടൻ കീമയാണല്ലേ? മട്ടൻ കീമ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇതൊക്കെ ഈ ഷോപ്പിലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ കഫയിലേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കഫ ഇവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇത് കഴിക്കാൻ വേണ്ടി തന്നെ നമ്മളിവിടെ വന്നേക്കണം. തീർച്ചയായിട്ടും ഇതിൻ്റെ രുചിയൊന്ന് നോക്കട്ടെ. മട്ടനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. മട്ടൻ കീമ കഴിക്കാൻ പോവുകയാണ്. അത് നമ്മുടെ സാധാരണ ബണ്ണില്ലേ, സാധാ ബണ്ണാണ്, അതിൽ വേറെ ഒന്നുമില്ല. മട്ടൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടാൻ പറ്റും. അടിപൊളി. ഓംലേറ്റ് കിട്ടും. ഇത് മുട്ട ഓംലേറ്റാ? മുട്ട ഇത് 3 തോന്നുന്നല്ലേ? കഴിക്കട്ടെ? കഴിച്ചോ. ഇത് ഇവിടുത്തെ ഓംലേറ്റ് ആണ് കേട്ടോ. നിങ്ങൾ കഴിച്ചു നോക്കട്ടെ. ചീസ് ഓംലേറ്റ് അത്. ചീസാണല്ലേ? അതുണ്ടാവും. അതുണ്ട് ചീസ്. ചീസിൽ എടുത്തേക്കണ ഓംലേറ്റാണ്. അപ്പം അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ബൺ മസ്ക കഴിച്ചു നോക്കും. ബണ്ണം മുംബൈയിലൊക്കെ വരുമ്പോൾ മുംബൈ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. മുംബൈ ഫുഡ് കഴിക്കാൻ വേണ്ടി കൂടി തന്നെയാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഇപ്പോൾ കാർത്തികനാണ് ഓരോ ഫുഡിനെ കുറിച്ച് പറഞ്ഞതും
കാപ്പിയാണ് ഇതൊക്കെ ഓർഡർ ചെയ്തതും എന്നെ കൊണ്ട് കഴിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിന് ഇത് നേരെ കൊച്ചിയിൽ വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇത് കഴിക്കാൻ പറ്റുമോ? ഇതിന് വേണ്ടി ഇനി മുമ്പേക്ക് വരാൻ പറ്റുമോ? അപ്പോൾ ഇവിടുത്തെ ഫുഡ് എന്തൊക്കെയാണോ വെറൈറ്റി അത് മാക്സിമം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. മുംബൈ ഫുഡിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ആഗ്രഹം, ഒരു ലക്ഷ്യം. ഇത് കാരമൽ പുഡിംഗ്. അത് പുഡിംഗ്, കാരമൽ പുഡിംഗ് ഇത് ഇവരുടെ ട്രഡീഷണൽ ഫുഡാണ്. ഐസ്ക്രീം സോഡയാണ്. ഇത് കാരമൽ പുഡിങ്ങാണ്. കാരമൽ പുഡിംഗ് അതായത് ഇവരുടെ ഫേവറേറ്റ് ഫുഡാണ്. ഫ്രൂട്ട് ജെല്ലിയാണ്. നല്ല കൂളാണ് അല്ലേ, നല്ല ടേസ്റ്റിയാണ്. ജെല്ലും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കും. ഫ്ലേവർ എന്താണെന്നുള്ളത് അതിൽ എഴുതിയൊന്നും വെച്ചിട്ടില്ല. സ്ട്രോബെറി ജെൽ അല്ലേ, സ്ട്രോബെറി ജെല്ലി. സ്ട്രോബെറി ജെല്ലിയും ടേസ്റ്റ് ചെയ്ത് നോക്കി കാർത്തിക. കാർത്തിക പറഞ്ഞ ഫുഡാണ്. കാരണം കാർത്തിക ബോംബെക്കാരത്തി ആയതുകൊണ്ട് ബോംബെയിലെ ഫുഡിനെ കുറിച്ച് ഏറ്റവും കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് ഈ നിൽക്കുന്ന ആൾ. അപ്പോൾ ആളാണ് എൻ്റെ ഗൈഡ്. അപ്പോൾ എൻ്റെ ഗൈഡ് പറയുന്ന ഫുഡുകളൊക്കെ ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനൊന്ന് കഴിച്ചോളൂ. കാരമൽ പുഡിംഗ് കൊള്ളാം. നമ്മളുടെ എന്താ പറയുക, നമ്മുടെ നാക്കിന് കിട്ടുന്ന ടേസ്റ്റ് നമ്മൾ നാട്ടിൽ കഴിക്കുന്ന ഫുഡ് പോലെ അല്ലല്ലോ, വേറൊരു ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളുടെ നാട്ടിലേക്ക് വരുന്ന ഒരു രുചി എന്ന് പറയുന്നത് അതൊരു വേറൊരു ലെവലാണ്. എന്തായാലും നല്ല സ്മൂത്തായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാം. ജെല്ല് എടുക്കുന്ന ആ ഷേപ്പ് കണ്ട അല്ലേ, ഇത് ഭംഗിയാണ്. അടിപൊളിയാണ്. ഛത്രപതി ശിവാജി ടെമ്പിളിലേക്ക് പോകുന്ന വഴിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് ബൈക്കുള. ഈ ബൈക്കുള റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ നമുക്ക് ഇതേപോലുള്ള ഫുഡുകൾ കഴിക്കാനുള്ള ഈരാനി കഫേ എല്ലായിടത്തും ഒന്നുമില്ല. മുംബൈയിൽ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതായത് 92 ഏകദേശം 92 വർഷത്തോളം പഴക്കമുണ്ട് ഈ കടക്ക്. ആ കടയിൽ ആ പഴയ തനതായ ഫുഡ് കഴിക്കുക എന്നുള്ളതും കൂടിയാണ് ഞങ്ങളുടെ ഈ യാത്രയുടെ അല്ലെങ്കിൽ ഈ യാത്രയുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ വന്ന് കയറി. എത്രയോ നല്ല ഹോട്ടലുകളുണ്ട്, അതേപോലത്തെ ഹോട്ടലുകൾ നമ്മൾ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷേ അതിപുരാതനമായിട്ടുള്ളൊരു കടകൾ, അത്രയോ പഴക്കമുള്ള കടകളിൽ ഇതേപോലെ വെറൈറ്റി ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ യാത്രയുടെ എന്താ പറയുന്ന ആ ഒരു സുഖം കൂടും. അതാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാവരും ഇങ്ങനെ നല്ല വെറൈറ്റി ഫുഡുകൾ കഴിക്കാൻ സാധിക്കാൻ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കഴിയും. അപ്പോൾ ഓർത്തിരിക്കുക, ഈരാനി കഫേ ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത്. ഇവിടെ നമ്മൾ വന്നേക്കണത് ഒരു സൂ ആണ്. ആ സൂ കാണാൻ വേണ്ടി വന്നേക്കണം. ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു സൂ. അപ്പോൾ സൂ കാണണമെന്നും പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഈരാനി കഫേയിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പറഞ്ഞ കഫേയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ജസ്റ്റ് നടക്കാവുന്നേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് നടക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ അടുത്തുള്ള സൂ. ആ സൂവിൽ എന്തൊക്കെ കാഴ്ചകൾ എന്തെല്ലാം ഉണ്ട് എന്നൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി നിങ്ങൾ പോകാൻ പോകുന്നത്. ശിവാജി മാതാവിൻ്റെ അമ്മയുടെ പേരായിട്ടുള്ള സൂ ആണ്. പേരെന്താണ്? ജിജ. അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഉദ്യാൻ ഗാർഡൻ അല്ലേ? അതായത് ഓക്കെ. വീർ മാതാ ജിജാബായി ഫോസിൽ ബൊട്ടാണിക്കൽ ഉദ്യാൻ ആൻഡ് സൂ, അങ്ങനെയാണ് അതിൻ്റെ പേര്. ശിവാജിയുടെ മാതാവിൻ്റെ പേരിലാണ് ഈ
സൂ അറിയപ്പെടുന്നത്. എന്താണിത്? ജുറാസിക് പാർക്കാണ്. ജുറാസിക് പാർക്ക് എന്തിനോ റെഡി ആയിട്ടിരിക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാം. അഡൾട്ട് 50 രൂപ. അഡൾട്ട് 50 രൂപ, കുട്ടികൾക്ക് 25 രൂപ. ഫാമിലി ആണെങ്കിൽ 3 to 12 years വരെയുള്ള ഫാമിലി, ഹസ്ബൻഡ്, വൈഫ്, 2 ചിൽഡ്രൻസ് 100 rupees. ഫോറിൻ അഡൾട്ട് 400 rupees. ചൈൽഡ് ഫോറിൻ 200. ഫോട്ടോ ക്യാമറ 100, വീഡിയോ ക്യാമറ 300. ഇതൊക്കെയാണ് നമ്മുടെ റേറ്റ്. നമ്മുടെ കാർത്തിക അവിടെ ക്യൂവിലുണ്ട്. ടിക്കറ്റ് എടുത്തോ? ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ മൊബൈൽ ക്യാമറ ഉപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ടോ? പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുള്ളൊരു പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്ലാസ്റ്റിക് ബോട്ടിലാണ്. എന്താ പറയുന്ന, അടിപൊളിയായിട്ടല്ലേ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട്. ബോട്ടിൽ ഇങ്ങനെ നിൽക്കുന്നു, അതോടൊപ്പം ഒരു ടാപ്പ്. സൂവിൻ്റെ അകത്തേക്ക് കയറുന്നതിൻ്റെ ഒരു വീഡിയോസാണ്. വരുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ ഉള്ള കാഴ്ചകൾ കാണാം. ഇത് ബ്രിട്ടീഷുകാരൻ തന്നെയാണോ? ഈ ഒറ്റ 3 കാലിൽ ഒരു കാല് പൊക്കി പിടിച്ചിരിക്കണ കുതിരക്ക് എന്തൊരു ലക്ഷണങ്ങൾ, അങ്ങനെ എന്തൊരു കാര്യം പറയുമല്ലോ. ഓ, ബീർ നിൽക്കുന്ന നിപ്പ് കണ്ട മരത്തിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിലേക്ക് കയറി. എന്താ ഇങ്ങനെ കയറിയിരിക്കണേ? സാധനം കിടന്ന് ഉറങ്ങണം, മരത്തിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങണം. എന്തുറക്കമാണ് ഉറങ്ങണത്? അതിൻ്റെ 2 കാലും കൈയൊക്കെ കാണാം നമുക്ക്. തല കമഴ്ത്തി വെച്ചിട്ട് ബീർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം, കാറ്റും കൊണ്ട് ഉറങ്ങണം. ഇവൻ പൊളിയാണ്. ടൈഗർ ഇങ്ങനെ നടക്കണ അവൻ്റെ അടുത്തേക്ക് ഇടണം. വരുന്നു അവൻ നമ്മുടെ അടുത്ത് വരുന്നു. അങ്ങനെ പോലെ പോകല്ലടാ, നിക്കണോടാ, നിക്ക്. വരണ്ട് അതെ. बस बस सब भेज दिया, इसका फोटो नहीं निकाला, ये सब भेज दिया ना, देखा नहीं. അവനൊരു ചാലുണ്ടാക്കിയിട്ട് ആ ചാലിൽ വെള്ളത്തിലിറങ്ങി. അടിപൊളി. അവന് ശരിക്കും ആളുകളെ കണ്ടിട്ട് ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇറങ്ങി വാടാ, ഇവിടെ വാടാ. അവനൊരു സൈസാണ് കേട്ടോ, ചെറിയ സൈസല്ല, വലിയ സൈസാണ്. ഇതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണേണ്ടത്. ഹിപ്പോളുകൾ 2 എണ്ണം വെള്ളത്തിൽ കിടക്കണം. ഇവൻ സ്ഥിരം വെള്ളത്തിൽ കിടക്കലാണല്ലോ ഇവൻ്റെ ജോലി. ഇവൻ കരയിലേക്ക് വരല് കുറവാണ്. വെള്ളത്തിൽ കിടക്കുന്ന അവന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവൻ വെള്ളത്തിൽ കിടക്കണം. അവനക്കൊന്നും കാണാൻ പറ്റില്ല. അവൻ്റെ മുതുക് വരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. മാനുകൾ വളരെ കുറച്ചുള്ളൂ, എന്നാലും
എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ഒറ്റ ക്യാമറയിൽ തന്നെ ഒറ്റ ഷൂട്ടിൽ തന്നെ നമുക്ക് മാനുകളെല്ലാം കാണാൻ സാധിക്കും. കലമാൻ, അതെ അതെ, നമ്മൾ പറയുന്ന ഈ ഗാർഡനിൽ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് റോസകൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. അതിങ്ങനെ റൗണ്ടിൽ ഒരു സർക്കിളിലാണ് ഇത് നിൽക്കുന്നത്. മനോഹരമായൊരു കാഴ്ചയാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. ഒരു സർക്കിളിലിങ്ങനെ റോസ്. അന്റാർട്ടിക്കയിൽ മാത്രം കണ്ടുവരുന്ന പെൻഗിൻ, ആ പെൻഗിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ മുംബൈയുടെ ഈ സൂവിലേക്ക് നമ്മൾ കടക്കുന്നത്. ശരിക്കും പെൻഗിനെ വളർത്തുന്നത് അവിടെ AC-യിലാണ്. -ഡിഗ്രിയിൽ നിർത്തിക്കൊണ്ടാണ് പെൻഗിനെ ആ കൂട്ടിൽ അല്ലെങ്കിൽ ആ ഗ്ലാസ് കൂട്ടിലേക്ക് വളർത്തുന്നത്. അതായത് -ഡിഗ്രി, അത്രയ്ക്ക് താഴെയാണ് അതിൻ്റെ ടെമ്പറേച്ചർ. 3D ഓഡിറ്റോറിയോ, ഇതെന്താ സിനിമയുടെ പരിപാടിയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ കാഴ്ച. ഈ പെൻഗിനെ കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയത്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കൊടും തണുപ്പിൽ ജീവിക്കുന്നൊരു ജീവിയാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ അവന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കൂൾ ചെയ്ത് അവനെ ഒരു ചില്ലിങ് കൂട്ടിൽ ഇട്ടേക്കണം. ഇതാണ് നമ്മൾ അന്വേഷിക്കുന്ന പെൻഗിൻ ഇങ്ങനെ പോകുന്നത്, വെള്ളത്തിൽ കൂടി പോകുന്നത്. അവൻ എഴുന്നേറ്റ് വരുന്നത്, പിന്നെ അവൻ ഇതേപോലെ ഓളം ഇട്ട് പോകുന്നത്. ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ മുംബൈയിൽ വന്നത്. അത് എന്താ പറയണ, നമുക്കത് ഒക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ. നീന്തി തുടിച്ച് ഇങ്ങനെ പോകും. എന്താ പൊന്നോ, അവനതിൻ്റെ ഇടയിലേക്ക് മാഞ്ഞ് നിൽക്കുന്നുണ്ട്, മറഞ്ഞ് നിൽക്കുന്ന ഇടയിലേക്ക്. ഇവരിത് തന്നെയല്ല പരിപാടി. ഇവൻ എഴുന്നേറ്റ് വരും, പിന്നീട് മുങ്ങും, വീണ്ടും വരും, അത് കഴിഞ്ഞ് അപ്പുറം വരും, അത് കഴിഞ്ഞ് അവൻ അങ്ങനെ അവിടെ പോകും, അവിടെ പൊങ്ങും, തിരിച്ചങ്ങോട്ട് പോകും, അത് കഴിഞ്ഞ് ഇങ്ങനെ. AC-കളാണ്, എത്ര AC-കളാണ് ഇതിന് വേണ്ടി കണക്ട് ചെയ്തേക്കുന്നത് നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ അറിയാം. എത്ര AC-കളാണ് നിങ്ങളിതിൽ കണക്ട് ചെയ്തിട്ടേക്കണെന്ന് നോക്കി. ഇതിലും ഒരുപാട് AC-കൾ വെച്ചിട്ടാണ് ഇവനെ കൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനെയാണ് നമ്മൾ കാണണേട്ടാ, കണ്ടത്. നാടൻ തത്തകൾ എന്നൊക്കെ പറയില്ലേ, ആ സാധനങ്ങളാണ് നിൽക്കണത്. ആ ബോക്സിലൊക്കെ തത്ത നിൽപ്പുണ്ട്. വേറെ വെറൈറ്റി സംഭവമുണ്ട്, ഇതൊരു വേറെ വെറൈറ്റിയാണ്. അത് കലക്കി പറഞ്ഞു. ഇവിടെ അടുത്തു ആഫ്രിക്കൻ പാരറ്റ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്.
ആമകളുടെ നഗരം കണ്ട, ആമകളുടെ നഗരം. ആമകളാണ് ഈ കിടക്കുന്നത്. അവനെ വിളിച്ച് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. അവിടെ കൂടെ അവിടെ നിന്ന് പറഞ്ഞു പോടാ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരയിൽ ജീവിക്കുന്ന ആമയാണ്. കരയിൽ ജീവിക്കുന്ന ആമ. അതിൻ്റെ തോടിൻ്റെ കളറുകൾ കണ്ട ഒരു ഭയങ്കര ഡിഷ്യനൊക്കെ ആയിട്ടുള്ളതാണ്. ഇത് കരയിൽ മാത്രം, ഇതിൽ വെള്ളത്തിൽ ഇത് ജീവിക്കില്ല, കരയിൽ മാത്രം ജീവിക്കുന്ന ആമയാണത്. ഇത് കൗണ്ടറിലൊക്കെ തിരക്കാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ടിക്കറ്റ് ഇവിടെ സൂവിലൊക്കെ ഉള്ള ടിക്കറ്റ് ഇതിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം. അല്ല 8 മെഷീൻസ് വെച്ചിട്ടുണ്ട്. ഈ 8 മെഷീൻസിൽ നിന്ന് നമ്മൾക്ക് സ്വന്തമായിട്ട് തന്നെ ടിക്കറ്റ് കളക്ട് ചെയ്യാം, സൂവിലേക്കുള്ള ടിക്കറ്റ്. അതുകൊണ്ട് ആരും ക്യൂ നിൽക്കണമെന്നില്ല. തിരക്കാണെങ്കിൽ നോ പ്രോബ്ലം. ഇനി ഉച്ചയ്ക്ക് ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് സമയത്തും ടിക്കറ്റ് അഡ്വാൻസ് ആയിട്ട് എടുക്കണമെങ്കിൽ സെൽഫ് ടിക്കറ്റിംഗ് മെഷീനുണ്ട്. അപ്പോൾ നമുക്ക് സെൽഫ് ടിക്കറ്റ് മെഷീനിൽ നമുക്ക് കയറി ചെയ്യാവുന്നതാണ്. ഇതേപോലെ ചെയ്യാവുന്നതാണ്. അദ്ദേഹം ചെയ്യുന്നതാണ്ടോ. അപ്പോൾ അതേപോലെയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ടിക്കറ്റ് ക്യൂ നിൽക്കാണ്ട് അടിച്ചെടുത്ത് പോകാം. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ, ഫാമിലി ആണെങ്കിൽ ഫാമിലി, അങ്ങനെ നമുക്ക് അത് നോക്കി നമുക്ക് ടിക്കറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ കാര്യമാണ്. ഹോളിഡേയ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. ഇതൊരു നല്ല കാര്യമാണ്. കാരണം നമുക്ക് ഹോളിഡേ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ആ തിരക്ക് സമയത്തൊക്കെ ടിക്കറ്റ് എടുക്കാൻ വൻ ക്യൂ ആയിരിക്കും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സൂവിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് നേരെ ഗേറ്റ് ഓഫ് ഇന്ത്യയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. സമയം 2:15. ഇനി നമുക്ക് ഗേറ്റ് ഓഫ് ഇന്ത്യയിലെത്തണം. അങ്ങനെ ഇതുവരെ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിപ്പീസ് വ്ലോഗിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് താങ്ക്സ് പറയുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പിപ്പീസ് വ്ലോഗിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും പിപ്പീസ് വ്ലോഗിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.